നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റാഫിക്ക ഒരു വീഡിയോ ഫിഫ എന്തുകൊണ്ട് അർജൻറ്റീനക്കും പിന്നെ മെസ്സിയെ മോശമാക്കിയിട്ടുള്ളൊരു വേർഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. സ്മോൾ ടീം കൊടുക്കുന്നു. ആദിൽ എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റാണ്. മെസ്സിയെ മോശമാക്കി പേരിട്ടത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് മനസുഖമാണ് കിട്ടുന്നത് നമുക്കറിയില്ല. മെസ്സിയെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയും ഒക്കെ മോശമായി പേരുകൾ ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്തോ ഒരു മനോവൈകൃതം എന്നതിനപ്പുറത്തേക്ക് അത് നമ്മൾ കാണേണ്ടതില്ല. അതായത് ഈ ചോദ്യം ഉണ്ടല്ലോ, ഫിഫ എന്തുകൊണ്ട് അർജൻറ്റീനക്ക് എളുപ്പമാക്കി കൊടുക്കുന്നു എന്നുള്ളത്. എളുപ്പമാണോ? അർജൻറ്റീനക്ക് വേൾഡ് കപ്പ് ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാണോ? നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അർജൻറ്റീന വേൾഡ് കപ്പിൽ വീണ്ടും കിരീടമുയർത്തി ന്യൂ ജേഴ്സിയിൽ ആഘോഷിക്കുമെന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നതെന്ന്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ചോദ്യം, അർജൻറ്റീന കപ്പെടുക്കുന്നത് അത്ര ഉറപ്പ്? ഞാനും നിങ്ങളും നാളെ കളി കാണാനിരിക്കുമെന്ന് എന്താ അത്ര ഉറപ്പ് എന്ന് ചോദിക്കണ പോലെ ഒരു ചോദ്യമാണ്. ഇതൊക്കെ ആരാധകരുടെ ആവേശത്തിൽ ഞങ്ങൾ കപ്പടിക്കുന്നൊക്കെ പറയുന്നതാണ്. അതാണ് അവരുടെ ഒരു പ്രതീക്ഷ, അതാണ് കപ്പടിക്കും, എല്ലാവരും കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അല്ലേ. അപ്പോൾ സംഭവം നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. പോർച്ചുഗൽ ഇതാ റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കിയിരിക്കുന്നു. നോക്കൗട്ടിൽ പോർച്ചുഗൽ ഉണ്ടാവുമടോ, ഉറപ്പാ. ക്വാളിഫൈഡായി. അവസാന കളി കളിക്കേണ്ട, അതിനു മുമ്പേ ക്വാളിഫൈഡായി. ഗ്രൂപ്പിൽ അവസാന കളി ഇന്ന് അവർ കളിക്കാനിറങ്ങുന്നു. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ കളി. പോർച്ചുഗൽ തോറ്റാലും തോക്കൂല എന്നാണ് ആരാധകരും ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ തോറ്റാലും, കൊളംബിയാണല്ലോ, എമ്മാതിരി പണി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പണ്ട് നെയ്മറുടെ നട്ടലിൽ മുട്ടുകാല് കയറ്റി ഇടിച്ചിട്ട് പൊട്ടിച്ചവരാണ്. നട്ടല് പൊട്ടിയില്ല, അത് പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. നട്ടലിന് തൊട്ടരികിൽ മുട്ടുകാൽ ഇടിച്ച് കയറ്റി സുനിക ഗുണ്ടാ സ്റ്റൈലിൽ, അത് പറഞ്ഞിട്ട് പലർക്കും അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെ പറയും, ഗുണ്ടാ സ്റ്റൈൽ ആക്രമണമാണ് അന്ന് നടന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്, അപ്പോൾ പേടിക്കണം. അപ്പോൾ അതാ പറഞ്ഞത്, എന്തും ചെയ്തു കളയും. അപ്പോൾ എങ്ങനെയാണെങ്കിലും പോർച്ചുഗലിനെ പുറത്താക്കാൻ പറ്റൂല. പോർച്ചുഗൽ ഉണ്ടാവും, ക്രിസ്ത്യാനോ ഉണ്ടാവും നോക്കൗട്ട് സ്റ്റേജിൽ ഗോളില്ല എന്നുള്ള പ്രശ്നമല്ലേ, അതവിടെ തീർക്കും ഇത്തവണ. ആർക്കാ സംശയം? തീർത്തിരിക്കും. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എളുപ്പമാണോ അർജൻറ്റീനയ്ക്ക്? അത്തരത്തിലൊരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്തതോടുകൂടി സെനാരിയോ മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിന് കിട്ടിയേക്കാം അർജൻറ്റീനക്ക്, സെമി ഫൈനലിൽ ബ്രസീലിനെയോ ഇംഗ്ലണ്ടിനെയോ കിട്ടിയേക്കാം. ഇതൊക്കെ ചെറിയ ടീമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അല്ല, എനിക്കതിൻ്റെ ഒരു ലോജിക്ക് പിടുത്തം കിട്ടുന്നില്ല. ക്വാർട്ടർ ഫൈനലിലുള്ള പോർച്ചുഗലൊക്കെ അപ്പോൾ സെമി വരെ അർജൻറ്റീനയ്ക്ക് എളുപ്പം എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ ഈ പോർച്ചുഗലിനൊക്കെ ചെറിയ ടീമാണെന്നാണ് കാണുന്നത്? അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ, ഫിഫ റാങ്കിൽ 6ാമതൊക്കെ നിൽക്കുന്ന ടീമൊക്കെ മോശം ടീമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും സെമി വരെ എളുപ്പം, ഇങ്ങനെ ഒന്നും പറയണ്ട, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുകയാണ് എന്ത് സംഭവിക്കും, എന്താണ് സാധ്യത എന്നുള്ളത്. എളുപ്പമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിനുശേഷം പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്തത് മാത്രമല്ല, അതേ വഴിയിലുള്ള മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി വന്നപ്പോൾ ഇപ്പോൾ കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പോർച്ചുഗലിന് അർജൻറ്റീനയുടെ മുന്നിലേക്കുള്ള വഴി ഏത് രൂപത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന പോലെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 32 എളുപ്പമാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു. കാരണം എതിരാളികൾ കേപ്പ് വെർദെയാണ്. ശരിയാണ്, അവർ സ്പെയിനിനെ വിറപ്പിച്ചിട്ടുള്ള ടീമാണ് എന്ന് കരുതി എല്ലാ ദിവസവും അത് സംഭവിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് റൗണ്ട് ഓഫ് 32 എളുപ്പമാവും എന്ന് തന്നെയാണ്. കേപ്പ് വെർദെക്കെതിരെ അർജൻറ്റീന വിജയിച്ച് കയറി. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ ചെറിയ ടീം എന്ന് പറഞ്ഞുകൊണ്ട് അത് എളുപ്പമാക്കി കൊടുത്തതൊന്നുമല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഉറുഗ്വായ് വരേണ്ടതല്ലായിരുന്നതോ? സ്പെയിനോ ഉറുഗ്വായോ എതിരാളിയായി വരേണ്ടതല്ലേ? ഉറുഗ്വായ് പൊട്ടി. എന്ത് ചെയ്യാം? ഉറുഗ്വായുടെ ഗോൾ കീപ്പർ അങ്ങനെ മണ്ടത്തരം കാണിച്ച് തോറ്റതിന് കേപ്പ് വെർദെയെ കുറ്റം പറയുക, ഫിഫയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറുഗ്വായ് വരേണ്ടതായിരുന്നു. പകരം കേപ്പ് വെർദെ കയറി വന്നതുകൊണ്ട് റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദെയുമായിട്ട് കളിക്കുന്നു. റൗണ്ട് ഓഫ് 16 വരുമ്പോഴോ ഓസ്ട്രേലിയ ഓർ ഈജിപ്ത്. ഇപ്പോൾ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് റൗണ്ട് ഓഫ് 16 ഇതുപോലെ ഓസ്ട്രേലിയക്കെതിരെ 2-1 വിജയം അർജൻറ്റീന നേടിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്യോ? ഓസ്ട്രേലിയ ഒന്നും അത്ര ചെറുതായി കാണണ്ട. അല്ലെങ്കിൽ ഈജിപ്ത്
ശരിയാണ്, ഈജിപ്ത് ഈ വേൾഡ് കപ്പിലാണ് അവരുടെ ആദ്യ വേൾഡ് കപ്പ് വിജയമൊക്കെ നേടുന്നത്. പക്ഷേ മോസലയും ഒമർ മർമോഷും ഒക്കെ അടങ്ങുന്ന ടീമിനെ ചുരുക്കി കാണണ്ട. ഇനി അതും മറികടന്ന് അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയാലോ? ക്വാർട്ടർ ഫൈനലിൽ ഗ്രൂപ്പ് കെയിൽ നിന്ന്, അത് നാളെ പുലർച്ചെയാണ് തീരുമാനമാവുക ആരാന്നുള്ളത്. ഗ്രൂപ്പ് കെയിൽ നിന്ന് കൊളംബിയ അല്ലെങ്കിൽ പോർച്ചുഗൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക, ആ ടീമിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ എത്താൻ സാധ്യത. ഇതിപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റിൽ ടു ഏർലി, ഒരു സംശയവുമില്ല. എങ്ങനെ റൗണ്ട് ഓഫ് 32, എങ്ങനെ റൗണ്ട് ഓഫ് 16 ഒക്കെ കടന്ന് ഈ ടീമുകൾ വരും എന്നനുസരിച്ചിരിക്കും. പക്ഷേ സാധ്യതയുണ്ട് കൊളംബിയയെ കിട്ടാൻ, അല്ലെങ്കിൽ പോർച്ചുഗലിനെ കിട്ടാൻ, ഇനി അതും അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിനെ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോർച്ചുഗലും കൊളംബിയയും ഒക്കെ ചെറിയ ടീമാണെന്ന് കരുതുന്നില്ലാത്തത് കൊണ്ട് അർജൻറ്റീനയ്ക്ക് അത്ര എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് ഫിഫ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സെമി ഫൈനലിൽ ഓപ്പണൻസ് ആയിട്ട് ബ്രസീലോ ഇംഗ്ലണ്ടോ വരാൻ സാധ്യതയുണ്ട്. ഈ ടീമുകളും ചെറുതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇനി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഫിഫ എളുപ്പമാക്കി കൊടുത്തെന്ന് വിശ്വസിച്ചോ. ഫൈനലിൽ മേ ബി സ്പെയിൻ വരാം, ഫ്രാൻസ് വരാം, നെതർലൻഡ്സ് വരാം, ജർമ്മനി വരാം. ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് ഫിക്സർ കിടക്കുന്നത്. പിന്നെ ഫിക്സർ ഫിഫ അങ്ങ് ഇതാണ് ഫിക്സർ എന്ന് ഇങ്ങനെ കൈകൊണ്ട് എഴുതി കൂട്ടിയതല്ലല്ലോ. നമ്മളെല്ലാവരും കണ്ട ലോകം മുഴുവനും ഉറ്റുനോക്കിയ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചതല്ലേ. അപ്പോൾ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അർജൻറ്റീനയ്ക്ക് എന്തുകൊണ്ട് ഫിഫ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു എന്ന്. ഒട്ടും എളുപ്പമല്ല. അർജൻറ്റീനയ്ക്ക് നന്നേ പാടുപെടണം ഫൈനൽ വരെ എത്തണമെങ്കിൽ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.